കലാകാരന് അവൻ്റെ കല നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അത് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കൂടിയാണ്. ആശുപത്രിയിൽ നിന്ന് മോണോ ആക്ട് മത്സരവേദിയിൽ വന്നതെന്ന് ഉറച്ച ശബ്ദത്തോടെ പ്രകടനം കാഴ്ചവെക്കാൻ 11ാം ക്ലാസ്സുകാരിയായ കൃഷ്ണ എസ് രാജിന് ഊർജം നൽകിയതും അതേ കല തന്നെയാണ്. സംസ്ഥാന കലോത്സവത്തിനായി വരുമ്പോൾ സ്ഥാനങ്ങൾക്കും അപ്പുറം മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കണമെന്നേ ഈ കോഴിക്കോട്ടുകാരിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനായി അധ്യാപകരുടെ ആശീർവാദത്തോടെ കോഴിക്കോട് കട്ടിപ്പാറ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അമ്മയ്ക്കും അച്ഛനുമൊപ്പം കൃഷ്ണ കൊല്ലത്തേക്ക് തിരിച്ചു. പക്ഷേ സാഹചര്യമൊട്ടും അനുകൂലമായിരുന്നില്ല. അനാരോഗ്യം അവളെ തളർത്തി. ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടും അസഹ്യമായ ചുമയും കൃഷ്ണയെ ആശുപത്രി കിടക്കയിലാക്കി. എന്ത് സംഭവിച്ചാലും പഠിച്ചു വന്ന മോണോ ആക്ട് അവതരിപ്പിച്ചിട്ടേ മടക്കമുള്ളൂ എന്നവൾ തീരുമാനിച്ചു. ആശുപത്രി കിടക്കയിൽ നിന്ന് വേദി നമ്പർ 8ലേക്ക്. പിന്നെ കണ്ടത് ശക്തിയായ ക്ലിയോപാട്രയെ. നിന്നിലെ ദീർഘദൃഷ്ടിയായ ഭരണാധിപന്റെ തന്ത്രപരതകളെല്ലാം നീ ആർക്കു മുന്നിൽ അടിയറവച്ചോ? പ്രഭോ, പറയാതെ വയ്യ. അതിർത്തികൾ താണ്ടിട്ടോളമേ, എല്ലാവരെയും കൊന്നു കളഞ്ഞു. ദിമിത്രിയോസിന്റെ കയ്യിൽ നിന്നും ഉടവാൾ പിടച്ചു വാങ്ങി ഇത് ചെയ്തത് അയാളായിരുന്നു. ടോളമി, ക്ലിയോപാട്രയുടെ അപ്പൻ. ശ്വാസതടസ്സം ബുദ്ധിമുട്ടിച്ചപ്പോഴും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും കൃഷ്ണ മരുന്നാക്കി. ഒപ്പം ഗുരുവിന്റെ പിന്തുണയും. മകളുടെ പ്രകടനം കാണാൻ കഴിയാതെ വേദിക്ക് പുറകിൽ പ്രാർത്ഥനയോടെ അമ്മ ശബലയും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും ചുമയ്ക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്രയും വലിയ ചുമയായിരുന്നു. പക്ഷേ അവൾ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് ചുമയോ ഒരു പ്രശ്നം തോന്നിയില്ല. നല്ല ഇതിൽ ചെയ്തു. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഞാൻ ശരിക്കും സ്റ്റേജിൻ്റെ പുറകിൽ നിന്നാണ് കണ്ടത്. എന്താ വെച്ചാൽ ചുമയ്ക്കു ഫുള്ളാക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്റ്റേജിലും അവൾ നന്നായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചുമ കാരണം അത്രയും ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ അത്രയും ഡള്ളായിട്ടാണ് അവിടെ ഇരുന്നത്. വാക്കുകൾ ഇടറാതെ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കൃഷ്ണയും. മത്സരം വളരെ നല്ലതായിരുന്നു. എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും മികച്ചതാണ്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി ഇവിടെ എത്തി. പിന്നെ കുറച്ച് നേരം കാറിൽ ആയിരുന്നു. ഷിവറിംഗ് ഒക്കെ വന്ന് ഫുള്ള് ഡൗൺ ആയി. സ്റ്റേജ് കയറുന്ന വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജ് കയറി കഴിഞ്ഞപ്പോൾ ഞാനേ അല്ലായിരുന്നു, ആ കഥാപാത്രമായിരുന്നു. അപ്പോൾ പിന്നെ ടെൻഷനൊന്നും ഉണ്ടായില്ല. വേദിയിൽ നിന്നിറങ്ങി വീണ്ടും ആശുപത്രിയിലേക്ക്. അതിനിടയിൽ എ ഗ്രേഡ് നേടിയെന്ന വാർത്തയുമറിഞ്ഞു. തോൽപ്പിക്കാൻ നോക്കിയ വിധിയോട് മധുര പ്രതികാരം ചെയ്തുകൊണ്ടവൾ അമ്മയ്ക്കൊപ്പം മടങ്ങി. കലയോടുള്ള അഭിനിവേശവും കല നൽകുന്ന ആത്മധൈര്യവുമാണ് കൃഷ്ണയെപ്പോലുള്ള കുട്ടികളെ ആശുപത്രി കിടക്കയിൽ നിന്ന് പോലും മത്സരവേദികളിലേക്ക്, കലോത്സവ വേദികളിലേക്ക് എത്തിക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.